ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. കഴിഞ്ഞ ദിവസം സാംസങ് ഗാലക്സി അൺപാക്ഡ് ഇവൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ S24 സീരീസ് ലോഞ്ചായി. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ ഒപ്പീനിയൻ എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ചുമപ്പല്ലോ കറുപ്പോ ചെമ്പോ ഏതെങ്കിലും ഒരു ചുമപ്പോ കറുപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കാണും. അത് സബ്സ്ക്രൈബ് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലിക്ക് ചെയ്തേക്കുക. വെറുതെ എന്തിനാ, പിന്നെ അതിൻ്റെ കൂട്ടി ഒരു ഡിയും കൂടെ വരും. അപ്പോൾ അന്നേരം അതാണ് ഒരു എന്താ പേര്, അതെ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും. അപ്പോൾ വെറുതെ അതുകൂടെ ഒന്ന് ഞെക്കി ഓൾ എന്നുള്ള ആ സാധനം അതുകൂടെ ഒന്ന് ഇട്ടേക്കുക, ഇരിക്കട്ടെന്ന്. പിന്നെ വീഡിയോ മൊത്തം കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഒരു ഷെയർ എത്ര വേണേൽ ചെയ്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ S24 സീരീസിൽ അവർ ഇവൻറ്റിൽ ആദ്യം തുടങ്ങിയപ്പോൾ മെയിനായിട്ട് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ 7 വർഷത്തെ OS അപ്ഡേറ്റും 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് വന്നു. ഓക്കെ, പിന്നെ അപ്ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ എയിലോട്ടം കയറി. ഫസ്റ്റ് പറഞ്ഞത് ലൈവ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട് ഇൻ്റർപ്രറ്റർ മോഡിലോട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻ്റർപ്രറ്റർ മോഡിലോട്ട് പോകും. അതിനുശേഷം അതായത് രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അറിയാൻ വയ്യാത്ത ലാംഗ്വേജ്, പരസ്പരം അറിയാത്ത ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിൽ തന്നെ പറയുക. ആ നേറ്റീവ് ലാംഗ്വേജിൽ പറയുന്ന സാധനം ഡയറക്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി അന്നേരം അതായത് റിയൽ ടൈം ട്രാൻസ്ലേഷൻ ത്രൂ ടെക്സ്റ്റും വോയിസും ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അവരുടെ ലാംഗ്വേജിൽ പറഞ്ഞു കൊടുക്കും. അതുപോലെ അവിടെ നിൽക്കുന്ന ആൾ പറയുന്ന സാധനങ്ങൾ തിരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്കും പറഞ്ഞു. അങ്ങനത്തെ സംഭവം. അതുപോലെ ഈ സെയിം സാധനം കോളിലും കൂടി ഇംപ്ലിമെൻ്റ് ചെയ്തു. Hola, esta llamada se está traduciendo y subtitular de forma simultánea. Hello? Can I make a reservation for tomorrow at 7 p.m.? Hola, ¿puedo hacer una reserva para mañana a las 7 de la noche? Por supuesto. ¿Para cuántas personas? Of course. For how many people? Table for 2, please. Mesa para 2, por favor. ¿A nombre de quién? Under whose name? Harrison. Harrison. Gracias. Nos vemos mañana a las 7 de la tarde. Thank you. See you tomorrow at 7 p.m. ഇപ്പോൾ ലൈവ് ട്രാൻസ്ലേഷനിൽ കറൻ്റ്ലി 13 ലാംഗ്വേജസ് ആണ് സപ്പോർട്ട് ആയിട്ടുള്ളത്. പിന്നെ ഈ സാധനം ഡയറക്റ്റ് ഫോണിൽ തന്നെയാണ് നടക്കുന്നത്. അതായത് കംപ്ലീറ്റ് ഓഫ്ലൈൻ ട്രാൻസ്ലേഷനാണ്. AI ട്രെയിൻ ചെയ്യാനുള്ള ഡേറ്റ കംപ്ലീറ്റ് നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഡേറ്റ സെക്യൂർ ആണ്, പ്രൈവസി ഇഷ്യൂസ് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അവരൊരു ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് ഒന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ പ്രോസസ്സ് ചെയ്യാം. അതല്ല ഡേറ്റ സെക്യൂരിറ്റിയെക്കുറിച്ച് കൺസേൺ ഉണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ട് പ്രോസസ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ സെറ്റിങ്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു AI ഫീച്ചർ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ നമുക്കിപ്പോൾ സ്പാനിഷ്, ജർമ്മൻ, ഫ്രഞ്ച് ഇതിലൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്, നേരെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോകും. അവിടെ നമ്മുടെ ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ടൈപ്പ് ചെയ്യും. ആ സാധനം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് തരുന്ന കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ്. ഇവിടെ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരിടത്ത് മെസ്സേജ് ടൈപ്പ് ചെയ്യണം നമുക്ക് വേറൊരു ലാംഗ്വേജിൽ. അപ്പോൾ നമ്മൾ ഈ കീബോർഡിൻ്റെ മുകളിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് ലൈവ് ട്രാൻസ്ലേഷൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലാംഗ്വേജിലോട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ നമ്മൾ നമ്മുടെ ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുമ്പോൾ അവിടെ മെസ്സേജ് പോകുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്ത ലാംഗ്വേജിലായിരിക്കും. ഓക്കെ, പിന്നെ ഉള്ളൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളിനൊരു മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടോൺ ഭയങ്കര ഫോർമലായി പോയി, നമുക്ക് ഭയങ്കര ക്യാഷ്വലായിട്ട് അല്ലെങ്കിൽ ചില്ലിങ് ആയിട്ട് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ അതിനെ ഇൻഫോർമലാക്കി ചില്ലിങ് മോഡിലാക്കി തരും. അതുപോലെ ഈ ചില്ലിങ് മോഡിലുള്ള പ്രൈസിനെ ഒറ്റ ക്ലിക്കിൽ ഫോർമലാക്കി സെറ്റാക്കി തരും. അതുപോലെ ഇനി ഷേക്സ്പിയറൻ സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തു തരും എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആപ്പിൽ നേരത്തെ കൊണ്ടുവന്നൊരു ഫീച്ചർ ഉണ്ട്, അതായത് സ്റ്റിക്കറൊക്കെ അടിക്കാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോയിൽ ഒരു സബ്ജക്റ്റിനെ ലോങ് പ്രസ് ചെയ്താൽ ആ സബ്ജക്റ്റിന് മാത്രം കോപ്പി ചെയ്തെഴുതാൻ പറ്റും. അപ്പോൾ ആ ഫീച്ചർ വന്നിട്ടുണ്ട്. അതുപോലെ വോയിസ് റെക്കോർഡറിൽ ഓട്ടോമാറ്റിക് സമ്മറൈസേഷൻ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓട്ടോമാറ്റിക് സമ്മറൈസേഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗൂഗിളിൻ്റെ സൗണ്ട് റെക്കോർഡർ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ട്രാൻസ്ക്രിപ്ഷൻ അവൈലബിൾ ആണ്. അതായത് ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഒരു സൗണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്പീച്ച് ആണെന്ന് അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്ന ഫ്രേസസ് ഇതിൽ ലൈവ് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് തരുന്നതാണ്. അതായത് ഇംഗ്ലീഷിൽ പറയുന്ന ഫ്രേസസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി മലയാളത്തിലാണ് പറഞ്ഞത്. അപ്പോൾ അത് കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ പിടിച്ചിട്ടാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് പറയുമ്പോൾ ഹലോ ഗൈസ്, ഐ ആം അശ്വിൻ ആൻഡ് ആർ യു ഓക്കെ ഹൗ ആർ യു, ഈ സെയിം പരിപാടി
ഇങ്ങനെ എടുക്കും. അതിനുശേഷം ഒറ്റ ക്ലിക്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് സമ്മറി നമുക്കവിടെ കിട്ടുന്നതാണ്. അതിനുശേഷം പിന്നെ വന്നൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ എസ് പെൻ ഉള്ളൂ. എസ് പെൻ കൊണ്ട് നമ്മൾ എന്തെങ്കിലും എഴുതുമ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ നോർമലി പേപ്പറിൽ എഴുതുമ്പോൾ റാൻഡായിട്ട് എഴുതുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് കാര്യം പിടി കിട്ടിയാൽ മതി. അങ്ങനെ എഴുതുന്ന ഒരു സാധനത്തിനെ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ഒറ്റ ക്ലിക്കിൽ കറക്റ്റ് ലൈനിൽ അലൈൻ ചെയ്ത് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ക്ലിയർ ആക്കി സെറ്റാക്കി തരും. ഓക്കെ, അതുപോലെ നമ്മളിപ്പോൾ ഒരു സാധനം നോട്ട് ചെയ്തു. ഇപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഈ സാധനം തന്നെ ഈ മീറ്റിംഗ് ഇപ്പോൾ നമ്മളിപ്പോൾ സൗണ്ട് ലൈവായിട്ട് റെക്കോർഡ് ചെയ്തു, ട്രാൻസ്ക്രൈബ് ചെയ്തെടുത്തു, അതിൻ്റെ സമ്മറി സംഭവങ്ങളൊക്കെ. ഇപ്പോൾ ഈ ട്രാൻസ്ക്രൈബ് ചെയ്ത സാധനം നമ്മളിപ്പോൾ ഈ നോട്ടിനകത്ത് കൊണ്ടിട്ടിട്ട് അതിനെ ഒരു ഹെഡിങ് അതുപോലെ കീ പോയിൻറ്റ്സ് മാത്രമായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു നോട്ടീസ് ടൈപ്പ് എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നി എങ്ങനെയാണ് ഒരു നോട്ടീസ് ടൈപ്പ് സംഭവമാക്കി സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്കിൽ അത് ചെയ്തെടുക്കാം. ഇനി അടുത്തത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് തോന്നിയ അതിൻ്റെ അകത്തെ ഒരു AI ഫീച്ചർ എന്ന് പറയുന്നത് സർക്കിൾ ടു സെർച്ച്. ഹോം ബട്ടണിലെ ലോങ് പ്രസ് ചെയ്താൽ ഇനി തൊട്ട് ഗൂഗിൾ അസിസ്റ്റൻറ്റ് വെയിറ്റ് ചെയ്ത് വരുമല്ല, അവിടെ ഒരു സ്ക്രീൻ വന്നിട്ട് ആ സ്ക്രീനിൽ സർക്കിൾ ചെയ്താൽ അല്ലെങ്കിൽ ജസ്റ്റ് കുത്തി വരച്ചാൽ അല്ലെങ്കിൽ അതിനെ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചാൽ മതി. അപ്പോൾ അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അത് സെർച്ച് ചെയ്തെടുക്കും. പിന്നെ എനിക്ക് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നോർമൽ വീഡിയോ ഒരു 30 FPS അല്ലെങ്കിൽ 60 FPS ഷൂട്ട് ചെയ്തെന്ന് വെച്ചു. നമ്മൾ നോർമലി സ്ലോ മോഷൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ 120 FPS അതുപോലെ 240 frames per second ഒക്കെ വരെ പോകും. നമ്മളിപ്പോൾ ഒരു നോർമൽ വീഡിയോ ഷൂട്ട് ചെയ്തു, അതിനെ സ്ലോ മോഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 60 FPS അല്ലെങ്കിൽ 30 FPS നമ്മൾ സ്ലോ മോഷനിലോ ഇങ്ങനെ സ്ലോ ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ജിറ്ററിങ്ങും ഒരു സംഭവം ലാഗും കാണാൻ ഒരു രസം കാണത്തില്ല. പക്ഷേ ഇവിടെ സാംസങ്ങിൻ്റെ AI ടൂൾ വെച്ചിട്ട് ആ സാധനം ഇതിനെ സ്ലോ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ബാക്കി വേണ്ട കുറച്ച് ഫ്രെയിംസ് ഉണ്ടല്ലോ, അത് AI വെച്ചിട്ട് ആ ഫ്രെയിംസ് എങ്ങനെയായിരിക്കണം എന്ന് അനലൈസ് ചെയ്തിട്ട് അതിനെ ബട്ടറി സ്മൂത്ത് ആക്കാനായിട്ട് AI വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിംസ് ഉണ്ടാക്കിയിട്ട് അവിടെ ആഡ് ചെയ്ത് വെക്കും. അതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്തിട്ട് നമുക്കൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഫോണിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. ഫോണിനെ കുറിച്ച് വന്നല്ല, രണ്ടാമത്തെ കാര്യം പറഞ്ഞു. ഫോണിന് മാത്രമായിട്ടുള്ളൊരു സാധനം, ടൈറ്റാനിയം ഫ്രെയിം. ആപ്പിളിലെ ടൈറ്റാനിയം വെച്ച് സാംസങ്ങിൻ്റെ ടൈറ്റാനിയം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം, അതായത് ആ S24 സീരീസിൽ എനിക്ക് ഒട്ടും ആ ഇവൻറ്റുമായിട്ട് ഒട്ടും കോപ്പി ചെയ്യാൻ പറ്റാത്ത സാധനം, ഡിസ്പ്ലേ ഫ്ലാറ്റാക്കി. എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടേക്കാം. സാംസങ് പറയുന്നത് സ്റ്റൈലസ് യൂസ് ചെയ്യുന്ന എളുപ്പത്തിനാണ്. പിന്നെ അതുമായിട്ട് എനിക്കത് മനസ്സിലാവില്ല. സാംസങ്ങിൻ്റെ സ്റ്റൈലസ് എല്ലാവരും യൂസ് ചെയ്യുന്നില്ല. നോട്ട് എഴുതാൻ, അതായത് നമുക്ക് എന്തെങ്കിലും എഴുതി വെക്കാൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം, അല്ല ആരും പണം വരയ്ക്കാൻ ആ സാധ്യത. ഇനി ആ ഫോൺ എത്ര വലുതാണെന്ന് പറഞ്ഞാലും അതൊരു ഫോണാണ്, അത് വലുതാക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് വരയ്ക്കാൻ പറ്റത്തില്ല. അത് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു സാംസങ്ങിൻ്റെ ടാബോ അല്ലെങ്കിൽ ഫോൾഡബിൾസിലും വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ക്രീസ് കാരണം അതും പറ്റൂല. പിന്നെ അവരുടെ ടാബ് അല്ലെങ്കിൽ ഐപാഡാണ് കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുന്നത്. ഈ എഴുതുന്നവരെന്തായാലും സൈഡിൽ കൊണ്ട് ഇങ്ങനെ വരയിട്ട് ബോർഡറൊക്കെ ഇട്ടിട്ടൊന്നും അല്ലെങ്കിൽ നോട്ട് എഴുതുന്നത്, അവർക്ക് കാര്യം പിടി കിട്ടിയാൽ പോരെ, അത്രേ അവർ ചെയ്യത്തുള്ളൂ. ഈ സാംസങ് അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോർമാറ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ഗൂഗിൾ ഡോക്സ് കയറിയിട്ട് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൽ അങ്ങനത്തെ ടൂൾസൊക്കെ യൂസ് ചെയ്ത് മര്യാദയ്ക്ക് ടൈപ്പ് ചെയ്ത് തെറ്റാക്കി വെക്കും. എനിക്കറിയത്തില്ല. പിന്നെ ഫോണിൻ്റെ അകത്ത് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് അതിൻ്റെ ഗ്ലാസസ് ഗൊറില്ല ആർമർ പതിവ് പോലുള്ള സാധനം. ഓരോ വർഷം ഗൊറില്ല ഗ്ലാസ് അപ്ഡേറ്റ് ചെയ്യും സാംസങ്, അല്ലെങ്കിൽ ഏത് ഫോണായാലും ഫ്ലാഗ്ഷിപ്പ് ലെവലിലോട്ട് വരുമ്പോൾ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഗൊറില്ല ഗ്ലാസ് എടുത്തത്. അത്ര എവിടെ നടന്നിട്ടുള്ളൂ. ആ ഇവൻറ്റിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗാലക്സി റിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ബോട്ടാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഓർമ്മയിൽ ബോട്ടിൻ്റെ ആയിരുന്നു റിങ്. അപ്പോൾ ബോട്ട് ഇങ്ങനെ റിങ് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ സാധനം നമുക്ക് ഉണ്ടാക്കി എന്നാണ് ഇപ്പോൾ സാംസങ് ഉണ്ടാക്കിയത്. അതേ ഉള്ളൂ. ഇനി എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഈ ഗാലക്സി അൺപാക്ഡ് ഇവൻ്റ് ഒന്നും കുഴപ്പമില്ല, ഇവൻറ്റിൻ്റെ പേരൊന്നും കുഴപ്പമില്ല. ഗാലക്സി അൺപാക്ഡ് ഇവൻറ്റ്. കുറേ സാധനം അൺപാക്ക് ചെയ്തു. ഇതിലവർ മെയിൻലി ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞത് സാംസങ് ഗാലക്സി S24 സീരീസിൻ്റെ ലോഞ്ചാണ്. പക്ഷെ അവിടെ നടന്നത് ഗാലക്സി AI ലോഞ്ചാണ്. സാംസങ് ഗാലക്സി S24 എന്ന് പറഞ്ഞ സീരീസ് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഇല്ല. അവർ ഇടയ്ക്കിടയ്ക്ക് പറയും S24 സീരീസ് എന്ന് പറയും. ബേസിക്കലി അവിടെ നടന്നത് സാംസങ് ഗാലക്സി S24 സീരീസിൻ്റെ ലോഞ്ചല്ല, ഗാലക്സി AI ലോഞ്ചാണ്. എന്തിന് അവരിങ്ങനെ ഫോൺ ഇങ്ങനെ എന്തിനു ലോഞ്ച് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്തായാലും അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഈ ഗാലക്സി എന്ന് പറഞ്ഞ സാധനം കൊടുക്കും. സാംസങ് ഗാലക്സി S23നും 22നും കൊടുക്കുമെന്നാണ് പറയുന്നത്. ഈ S23 S23ലും S22നും കൊടുക്കുന്ന സാംസങ് ഗാലക്സി S സീരീസിലെ എല്ലാ ഡിവൈസിലും എന്ന് പറഞ്ഞാൽ S23 FE, S23 Plus, S23 Ultra, S24 സീരീസ് കംപ്ലീറ്റിലുണ്ട്. ഈ ഇത്രയും ഡിവൈസസിലും
കൊടുക്കും എന്നാണ് സാംസങ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സാഹചര്യത്തിൽ ഈ ഫോൺ S24 അൾട്രയ്ക്കുള്ള അവിടെ ഒരു എറിച്ച് നിൽക്കാനും മാത്രം ഒന്നുമില്ല. ആകെ ഉള്ളത് ഈ ഡിസ്പ്ലേ ഫ്ലാറ്റാക്കി എന്ന് പറഞ്ഞുള്ള എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു ഫീച്ചറുണ്ട്, ആ ഒരു ഫീച്ചർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സോ അവിടെയും ഞാൻ ഈ S24 അൾട്ര എലിമിനേറ്റ് ചെയ്യും. പിന്നെ അവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഗൊറില്ല ആർമർ, അത്യാവശ്യം സ്ക്രാച്ച് റെസിസ്റ്റൻസ് ഒക്കെ ഗാലക്സി S23 അൾട്രയ്ക്കും ഉണ്ട്. അത് മതി, എനിക്കത് മതി, ഞാൻ അത് ഹാപ്പിയാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ടൈറ്റാനിയം ബോഡി. എനിക്ക് ടൈറ്റാനിയം ബോഡി വേണ്ട, എനിക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ മതി. അപ്പോഴാണ് ടൈറ്റാനിയം കൊണ്ട് ഞാൻ എന്തെടുക്കാനാണ്? ടൈറ്റാനിയം കൊണ്ട് പട്ടി എറിഞ്ഞിടാൻ പോകാം. 7 years OS അപ്ഡേറ്റ്, സെക്യൂരിറ്റി അപ്ഡേറ്റ്. എനിക്ക് 7 years അപ്ഡേറ്റ് വേണ്ട, എനിക്ക് 4 വർഷം മതി. ഇനിയിപ്പോൾ 3 വർഷം മതി, ഞാൻ ഹാപ്പിയാണ്. ഗാലക്സി അൺപാക്ട് 2024 വാസ് ജസ്റ്റ് ദ ലോഞ്ച് ഓഫ് ഗാലക്സി AI, നോട്ട് ദ ലോഞ്ച് ഓഫ് സാംസങ് ഗാലക്സി S24 സീരീസ്. ഇത്രയും നാൾ ആപ്പിളിൻ്റെ ഇതിലാണ് ഒരു മാറ്റവും ഇല്ലായിരുന്നു എന്നാണ്. ഓക്കെ, ഡിസൈൻ ഞാൻ നോക്കുന്നില്ല. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആ ഫോൺ മാറ്റിയിട്ട് ഗാലക്സി AI ലോഞ്ച് വെച്ചാൽ മതിയായിരുന്നു. ഹാപ്പി. ഇതിപ്പോൾ ഒന്നുമില്ല, വെറുതെ ഒരു ഫോൺ, വെറുതെ S23 അൾട്ര റീബ്രാൻഡ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ വിട്ടു. പിന്നെ അതിൻ്റെ അകത്ത് ചിപ്സെറ്റിനെ കുറിച്ച് പറഞ്ഞില്ല. എന്ത് തേങ്ങ കാണിച്ച് വെച്ചേക്കുന്നത്. സാംസങ് ഗാലക്സി S24 അൾട്രയിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3. ഈ 8 Gen 3 എന്ന് പറയുന്നത് ഓക്കെ ലേറ്റസ്റ്റ് ചിപ്സെറ്റ്. S24 Plus ആ 2 ഡിവൈസസിൽ എന്താ കാണിച്ചേക്കുന്നത്? ആ 2 ഡിവൈസസിൽ നിങ്ങൾ HNOS കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താ? HNOS കൊടുത്തോ കുഴപ്പമില്ല. HNOS നിങ്ങൾ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്ത് കാണും, നല്ല പെർഫോമൻസ് ആയി കാണും. അങ്ങനെ പെർഫോമൻസ് നല്ലതാക്കി സെറ്റാക്കി ക്ലിയർ ആക്കി എടുത്തൊരു ചിപ്സെറ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് US സ്നാപ്ഡ്രാഗൺ 8 Gen 3 കൊടുത്തു? അതാണ് അറിയേണ്ടത്. US മാത്രമല്ല, വേറെ കുറേ രാജ്യങ്ങളുണ്ട്, ഏതൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഗാലക്സി അൺപാക്ട് ഇവൻ 2024. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. സാംസങ് ഈ അപ്ഡേറ്റ് ഉണ്ടല്ലോ, ഈ ഗാലക്സി AI 2025 വരെ എന്തോ ഫ്രീ ആയിട്ട് കൊടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ എവിടെ വായിച്ചാണ്. ആ സാധനം സത്യമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ താഴത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഗാലക്സി എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ S23 അൾട്ര S24 അൾട്ര തമ്മിൽ ഒരു വ്യത്യാസമില്ലെന്ന് ഞാൻ പറയും. ഒരു വ്യത്യാസമില്ല. ആ 8 Gen 2 8 Gen 3 ഒന്നുമില്ല. ഓൾറെഡി S23 അൾട്രയിൽ വൺ പെർഫോമൻസ് ആണ്, ഭീകര പെർഫോമൻസ് ആണ്, ഒരു കുഴപ്പമില്ല. ഇനി അത്ര പറയാനുള്ളൂ, ഇനി ഇതിൽ കൂടുതൽ പറഞ്ഞാൽ ശരിയാകത്തില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചുമ്പോ കറപ്പോ ഏതെങ്കിലുമൊക്കെ ബട്ടനെ പിടിച്ച് കുത്തി സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണിൽ ഓൾ ആക്കി വെക്കുക. അപ്പോൾ അങ്ങനെ മറ്റു ഷോർട്സിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മേഷൻ സൈനിങ് ഔട്ട്.